नित्यं धनसम्पदः लक्ष्मीः कौस्तुभपारिजातकसुरा धन्वन्तरिश्चन्द्रमा धेनुकामदुघासुरेश्वरगजो रम्भादिदेवाङ्गन अश्वः सप्तमुखो विषं हरिधनु शङ्खो मृतं चाम्बुधे रत्नानीति चतुर्दश प्रतिदिनं कुर्वन्तु नो मङ्गलम् कुर्वन्तु नो मङ्गलम् कुर्वन्तु नो मङ्गलम्. പ്രകൃതി ചികിത്സ താരതമ്യേന ചെലവ് കുറഞ്ഞതും പാർശ്വഫലങ്ങളില്ലാത്തതുമായ ഒരു ചികിത്സാ സമ്പ്രദായമാണ്. എന്നിട്ടും പലരും ഈ ചികിത്സാ രീതിയെ ഗൗരവമായി കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. പല അസുഖങ്ങൾക്കും പ്രകൃതി ചികിത്സയിൽ പരിഹാരവുമുണ്ട്. വളരെ കർശനമായി ഈ ചികിത്സാ രീതിയെ പിന്തുടരുകയും അനേകം പേരെ മാറാരോഗങ്ങളിൽ നിന്ന് കൈപിടിച്ച് കയറ്റുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഡോക്ടർ എസ്.കെ. മാധവൻ. അദ്ദേഹം പലതവണ ജീവധാരയിൽ പ്രേക്ഷകർക്കായി ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഇന്ന് നമുക്ക് കൂടുതലായി പരിചയപ്പെടാം. പ്രകൃതി തന്നെ സുഖപ്പെടുത്തുന്നു എന്ന പ്രമാണത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നൂറുകണക്കിന് രോഗികളെ മരണത്തിൽ നിന്ന് പോലും രക്ഷിക്കാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യത്തോടെ ഇവിടെ ഒരു ഡോക്ടർ തൻ്റെ ജീവിതം അർത്ഥപൂർണമാക്കുന്നു. ഞാൻ അധ്യാപകനായിരുന്നു. രാഷ്ട്രീയം പൊതുപ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ 1970കളിൽ എനിക്ക് ടോൺസിലൈറ്റിസ് എന്ന് പറയുന്ന അസുഖം ബാധിച്ചു. ഒരു 4-5 കൊല്ലം അതും കൊണ്ട് നടന്നു. അലോപ്പതി, ആയുർവേദം, ഹോമിയോ അതുകൊണ്ടൊന്നും സുഖമായില്ല. അവസാനം 75ൽ ടോൺസിലക്ടമി എന്ന് പറയുന്ന സർജറി ചെയ്തു, അത് നീക്കി. അത് കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു. അതിന് ചികിത്സ ചെയ്തു. ഒടുവിൽ അവർ തൊണ്ടയുടെ ലെഫ്റ്റ് സൈഡിലൊരു ഗ്രോത്ത് ഉണ്ട്, അതിൻ്റെ ബയോപ്സി നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ബയോപ്സി നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതിനും തുനിഞ്ഞില്ല. ക്യാൻസറാണോ അല്ലയോ എന്ന് നോക്കാനാണ് ബയോപ്സി നോക്കുന്നത്. ആണെന്നറിഞ്ഞാലും കാര്യമായ ചികിത്സകളില്ലാത്ത നിലക്ക് പിന്നെ അതറിയാൻ പോയിട്ടില്ല. ഞാൻ ആയുർവേദം, ഹോമിയോ അതെല്ലാം നോക്കിയിട്ട് പരാജയപ്പെട്ടു. ഒടുവിൽ പ്രകൃതി ചികിത്സ കൊണ്ടാണ് എൻ്റെ രോഗം മാറ്റിയത്. തൃശ്ശൂരിലുള്ള പ്രൊഫസർ ഉൽപ്പലാക്ഷൻ ആണ് എന്നെ ചികിത്സിച്ചത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഉപവാസം മറ്റ് ചികിത്സകളെല്ലാം ചെയ്തിട്ട് തൊണ്ടയിലെ അസുഖം പൂർണ്ണമായിട്ട് മാറി. അത് 82ലാണ് ആ സംഭവം. അപ്പോൾ ഇത് പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നൊരു നല്ല കാര്യമാണല്ലോ എന്നുള്ള അഭിപ്രായം വന്നു. പിന്നെ ഇത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗാന്ധിയൻ നിർമ്മാണ പരിപാടിയിൽപ്പെട്ട ഒന്നാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജി നടപ്പിലാക്കിയ ഒരുപാട് നിർമ്മാണ പരിപാടികളിൽ ഒന്നായിരുന്നു പ്രകൃതി ചികിത്സ. അപ്പോൾ അത് പഠിക്കാനും പിന്നെ പ്രചരിപ്പിക്കാനും ഒരു പ്രചോദനം ഉണ്ടായി. അങ്ങനെ അതിൻ്റെ ഡിപ്ലോമ കോഴ്സിന് ബോംബെയിൽ ഗാന്ധി ശിഷ്യനായിട്ടുള്ള ബോളാർ നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രഗ്ലെസ് തെറാപ്പി. അവിടെ നിന്ന് കറസ്പോണ്ടൻസ് കോഴ്സായിട്ട് പിന്നെ ND ഡിപ്ലോമ ഇൻ നാച്ചുറോപ്പതി എന്ന് പറയുന്ന ഡിപ്ലോമ എടുത്തു. കണ്ണൂരിനടുത്തുള്ള തളിപ്പറമ്പിൽ ഒരു ചെറിയ പ്രകൃതി ചികിത്സാ സ്ഥാപനം തുടങ്ങി സാമ്പത്തിക ലാഭം നോക്കാതെയുള്ള സേവന പ്രവർത്തനങ്ങളിലൂടെയാണ് ഡോക്ടർ എസ്.കെ. മാധവൻ ഈ രംഗത്ത് ശ്രദ്ധേയനാകുന്നത്. ആദ്യകാലത്ത് ഞങ്ങൾ 84 തുടങ്ങിയ സമയത്ത് 10 കടക്കിട്ടാണ് തുടങ്ങിയത്, ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്തിട്ട്. അപ്പോൾ ആളുകൾക്ക് വലിയ പരിഹാസമായിരുന്നു പ്രകൃതി ചികിത്സ എന്ന് പറയുമ്പോൾ. പട്ടിണി കിടന്ന ചികിത്സ, മണ്ണിൽ കുഴിച്ചിടുന്ന ചികിത്സ എന്നെല്ലാം പരിഹസിച്ചിരുന്നു. പക്ഷേ അന്ന് ഹൈക്കോടതി ജഡ്ജായിരുന്ന ജസ്റ്റിസ് നരേന്ദ്രൻ സാറാണ് ഇത് വന്ന് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഉദ്ഘാടനത്തിന് വന്നപ്പോൾ സ്ഥലത്തെ പിന്നെ മജിസ്ട്രേറ്റ്, മുൻസിഫ്, ജില്ലാ ജഡ്ജി എല്ലാം വന്ന് മുമ്പിൽ സദസ്സിലിരുന്നു. പോലീസ് എസ്കോർട്ടോട് അദ്ദേഹം വന്നു. അപ്പോൾ അതൊരു ഒരു തമാശയല്ല, അതൊരു കുറച്ച് ഗൗരവമുണ്ടെന്നൊരു തോന്നല അതിന് ശേഷം വന്നു. പിന്നെ ചികിത്സ തുടങ്ങിയിട്ട് രോഗം മാറിയപ്പോൾ ആളുകളുടെ മനോഭാവം മാറി. ആദ്യകാലത്ത് പരിഹസിച്ച ആളുകൾ പലരും പിന്നീട് ഞങ്ങളുടെ അടുത്ത് ചികിത്സക്ക് വന്നിട്ടുണ്ട്. രോഗം മാറുന്നു എന്ന് ബോധ്യമായപ്പോൾ ചിന്താഗതിക്ക് മാറ്റം വന്നു. ആ 10 ബെഡാണ് പിന്നീട് 30 ബെഡും 40 ബെഡും 50 ബെഡും ഇപ്പോൾ 75 ബെഡുമായിട്ട് വികസിച്ചത്. പ്രകൃതി ചികിത്സ കൊണ്ട് മാറാത്ത രോഗങ്ങളില്ലെന്ന് മാത്രമല്ല, രോഗങ്ങൾ വരും മുമ്പേ ചെറുക്കാനുള്ള ശേഷി ശരീരത്തിന് നൽകുന്നു എന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ് എന്ന് ഡോക്ടർ എസ്.കെ. മാധവൻ സാക്ഷ്യപ്പെടുത്തുന്നു.
പ്രകൃതി ചികിത്സ മരുന്ന് ഉപയോഗിക്കാത്തൊരു ചികിത്സയാണ്. നമ്മളിതിനു മുമ്പ് പരിചയിച്ചിട്ടുള്ള എല്ലാ ചികിത്സകളും മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. അലോപ്പതി, ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി, ആദിവാസി വൈദ്യം എല്ലാവരും മരുന്ന് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിന് ഒരു ഘടകവിരുദ്ധമായിട്ടുള്ള ചികിത്സാ രീതിയാണ് പ്രകൃതി ചികിത്സ എന്ന് പറയാം. ഇത് പ്യുവർലി ഡ്രഗ് ലെസ് തെറാപ്പി ആണ്. നമ്മുടെ മനുഷ്യൻ്റെ ശരീരം പ്രകൃതി സൃഷ്ടിച്ചത് സ്വയം ചികിത്സിക്കാനുള്ള അത്ഭുതകരമായ ഒരു കഴിവോടുകൂടിയാണ്. ആ കഴിവിനാണ് പ്രകൃതി ചികിത്സ ഉപയോഗപ്പെടുത്തുന്നത്. രോഗം മാറാൻ ഒരു മരുന്നും വേണ്ട, ശരീരം തന്നെ രോഗം മാറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തം. വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാനസമായുക്തഃ പചാമ്യന്നം ചതുർവിധം. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാനസമായുക്തഃ പചാമ്യന്നം ചതുർവിധം. മറ്റേതൊരു ചികിത്സാരീതിയേക്കാളും ലളിതവും സുഖപ്രദവുമാണ് പ്രകൃതി ചികിത്സാരീതി. ജീവിതശൈലിയെ തന്നെ മാറ്റുകയും ആഹാരശൈലിയെ വേണ്ട വിധത്തിൽ ക്രമപ്പെടുത്തുകയും ചെയ്താൽ തന്നെ രോഗങ്ങൾ ഉണ്ടാവില്ല എന്ന അടിസ്ഥാന തത്വമാണ് പ്രകൃതി ചികിത്സാരീതിയിൽ അനുവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആശുപത്രിവാസം ദുഷ്കരമാണ് എന്ന ധാരണ പ്രകൃതി ചികിത്സാരീതിയിൽ ആവശ്യമേയില്ല. പ്രകൃതി ചികിത്സയിൽ രക്തശുദ്ധീകരണത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ശുദ്ധരക്തം കുത്തി ഒഴുകാൻ വേണ്ടിയാണ് മനുഷ്യൻ്റെ ശരീരം സൃഷ്ടിച്ചിട്ടുള്ളത്. രക്തം ശുദ്ധിയാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭക്ഷണ ക്രമീകരണമാണ് പ്രകൃതി ചികിത്സയിൽ പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ശരീരത്തിന് ഒരു ആസിഡ് ആൽക്കലൈൻ റേഷ്യോ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ശരീരം 80% ക്ഷാരമയവും 20% അമ്ലമയവുമാണ്. അതനുസരിച്ചുള്ള ഭക്ഷണ പഥ്യമാണ് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത്. പച്ചക്കറികൾ, പഴങ്ങൾ, ഇത് രണ്ടുമാണ് ഈ ക്ഷാരഗുണപ്രധാനമായിട്ടുള്ള ഭക്ഷണങ്ങൾ. ഇപ്പോൾ വേവിക്കാത്ത പച്ചക്കറികളും വേവിച്ച പച്ചക്കറികളും പഴങ്ങളും 80% ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള ഭക്ഷണങ്ങളെല്ലാം കൂടി 20% ഒതുക്കണം. ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പിന്നെ തൈര്, അങ്ങനെയുള്ള മറ്റ് സാധനങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് 20% പാടുള്ളൂ എന്നുള്ളതാണ്. ഇതാണ് ഭക്ഷണ ക്രമീകരണത്തിൻ്റെ കാതലായിട്ടുള്ള ഭാഗം. ഡോക്ടർ എസ്.കെ. മാധവൻ നേതൃത്വം നൽകുന്ന മഹാത്മാ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിലെ ഏറ്റവും വലിയ ആകർഷണീയത ഇവിടത്തെ ചികിത്സയ്ക്ക് ചിലവ് വളരെ കുറവാണെന്നുള്ളത് തന്നെയാണ്. മുറികൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന തുച്ഛമായ വാടക ചികിത്സാ ചിലവും ഭക്ഷണവും താമസവും ഉൾപ്പെടെയാണ്. മാത്രമല്ല, ഇവിടത്തെ താമസവും ചികിത്സയുമെല്ലാം ഒരു സുഖവാസം എന്നതുപോലെ മാത്രമേ രോഗിക്ക് അനുഭവപ്പെടുകയുള്ളൂ. രോഗിക്ക് രോഗത്തെക്കുറിച്ച് മറക്കാനുള്ള പ്രകൃതി സാഹചര്യങ്ങളാണ് ഇവിടെയുള്ളത്. പ്രമേഹ രോഗം, രക്തസമ്മർദ്ദ രോഗം, ബ്രോങ്കിയൽ ആസ്മ, ബ്രോങ്കൈറ്റിസ് അങ്ങനെയുള്ള രോഗങ്ങൾ, സന്ധിവാത രോഗികൾ, കൊറോണറി ആർട്ടറി ബ്ലോക്ക് കണ്ടുപിടിച്ചിട്ട് ആൻജിയോഗ്രാം ചെയ്തിട്ട് ബൈപ്പാസ് വേണം, അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി വിത്ത് സ്റ്റെൻറ്റ് അത് വേണമെന്ന് തീരുമാനിച്ചിട്ടുള്ള രോഗികൾ, ക്യാൻസർ രോഗികൾ, ഇങ്ങനെയുള്ള എല്ലാവിധം രോഗികളും ഇവിടെ ചികിത്സക്കായിട്ട് വരുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ്സ് ഇവിടെ പ്രധാനമായും ഉപവാസത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ആശുപത്രിയാണ്. ഉപവാസവും അത് കഴിഞ്ഞാൽ ഭക്ഷണ നിയന്ത്രണവും, ഇത് രണ്ടിനുമാണ് മുൻതൂക്കം. അതിൻ്റെ കൂടെ ഹൈഡ്രോതെറാപ്പി, ജലചികിത്സകൾ ചെയ്യുന്നുണ്ട്. മണ്ണ് കൊണ്ടുള്ള ചികിത്സ, വെള്ളത്തിൽ ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടുമുള്ള ചികിത്സ, തുണി നനച്ചിട്ട് ഒരു പ്രത്യേക ഭാഗത്ത് ചുറ്റിക്കൊണ്ടുള്ള വെറ്റ് പാക്ക്, അങ്ങനെയുള്ള ചികിത്സകൾ, പിന്നെ സ്റ്റീം ഇൻഹലേഷൻ, പിന്നെ വേലുകൊള്ളൽ ഒരു പ്രധാന ചികിത്സയാണ്. പിന്നെ യോഗ, മെഡിറ്റേഷൻ, ഓയിൽ മസാജ്, എറോബിക് എക്സർസൈസസ്, ഇതെല്ലാം ഇവിടെ ചികിത്സക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നാണ് പ്രകൃതി ചികിത്സകർ ആഹ്വാനം ചെയ്യുന്നത്. പ്രഭാതത്തിലെ വെയിലുകായൽ ശരീരത്തിനേറെ ഗുണം ചെയ്യുന്നുണ്ടെന്ന് പ്രകൃതി ചികിത്സകർ പറയുന്നു. ഇവിടുത്തെ ചികിത്സയിൽ വെയിലുകായൽ അഥവാ വെയിലുകൊള്ളൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്.
എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നു. അത് ജൂലൈ 7-ന്. അപ്പോൾ അതിന് ശേഷം ICU എല്ലാം കിടന്ന്, അപ്പോൾ ഹോസ്പിറ്റലിലും കിടന്ന്, അപ്പോൾ അവർ എൻജിയോഗ്രാം എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻജിയോഗ്രാം എടുത്തപ്പോൾ അതിൽ കുറച്ച് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നിൽ 80% ബ്ലോക്ക് ഉണ്ട്, പിന്നെ മറ്റേതെല്ലാം ഗുളികനെ കൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ നമ്മളെ ഒരു ചങ്ങായി പറഞ്ഞു, ഇങ്ങനെ ഒരു കേന്ദ്രമുണ്ട് ഇവിടെ തളിപ്പറമ്പിൽ, അവിടെ പോയിട്ട് നിങ്ങൾ ചികിത്സ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 8 ഫെബ്രുവരിയിൽ ഇവിടെ വന്ന് 25 ദിവസം കിടന്ന്, അതിൽ 9 ദിവസം ഉപവാസം, പിന്നെ 7 ദിവസം മെസ്സേജ്, പിന്നെ 4-ഉം 5-ഉം 5 ദിവസം പച്ചക്കറി, 5 ദിവസം പിന്നെ ഈ ഭക്ഷണം. അതുവരെ ഞാൻ 8 ഇവിടെ വരുന്നവരെ ഞാൻ 8 ആദ്യ ഗുളിക കഴിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇതുവരെയായിട്ട് യാതൊരു ഗുളികയും കഴിച്ചിട്ടില്ല. ഇതുവരെ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. പ്രകൃതി ചികിത്സയെക്കുറിച്ചും പ്രകൃതി ഭോജനത്തെക്കുറിച്ചും ഡോക്ടർ SK മാധവൻ എഴുതിയ പുസ്തകങ്ങൾ ഏറെ പ്രയോജനം ചെയ്യുന്നവയാണ്. वैश्वानरो भूत्वा प्राणिनां देहमाश्रितः प्राणापानसमायुक्तः पचाम्यन्नं चतुर्विधम् अहं वैश्वानरो भूत्वा प्राणिनां देहमाश्रितः प्राणापानसमायुक्तः पचाम्यन्नं चतुर्विधम् ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് പൂർണ്ണമായും സൗജന്യ ചികിത്സ 15 ദിവസത്തേക്ക് ഞങ്ങൾ നൽകുന്നുണ്ട്. അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ യോഗ ആൻഡ് നാച്ചുറോപ്പതി എന്ന് പറയുന്ന സ്ഥാപനം പാവപ്പെട്ടവർക്ക് ഡയറ്റ് സബ്സിഡി എന്ന് പറഞ്ഞിട്ട് അവരൊരു സഹായധനം നൽകുന്നുണ്ട്. അപ്പോൾ അവരുടെ ഡയറ്റ് സബ്സിഡി ഞങ്ങളുടെ വകയായിട്ട് ചികിത്സയും വാടകയും സൗജന്യമായിട്ട് 15 ദിവസം വരെ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ദിവസം 200 രൂപ 225 രൂപ ഒക്കെ കൊടുത്താൽ കോമൺ ബാത്ത് സിംഗിൾ ഡബിൾ റൂമുകളിൽ ചികിത്സ ലഭ്യമാണ്. പിന്നെ ഇവിടെ ഒരു റിസോർട്ട് ടൈപ്പിലാണ് ഈ ബിൽഡിംഗ് എടുത്തിട്ടുള്ളത്. ഞാൻ 2004 ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് എൻ്റെ. നിർഭാഗ്യവശാൽ അതിൻ്റെ കംപ്ലയിൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. എറണാകുളത്ത് വലിയൊരു ഹോസ്പിറ്റലാണ് ചെയ്തത്. വീണ്ടും ഞാൻ വേറൊരു ഡോക്ടറെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബൈപ്പാസ് മുഴുവൻ സക്സസ് ആയില്ല. എനിക്ക് എൻ്റെ 95% 4 ബ്ലോക്കുകളാണ് വന്നിരുന്നത്. അതിൽ 2 ക്യൂർഡാണ്, ബാക്കി 2 ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് വീണ്ടും ഒരെണ്ണം കൂടി ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അതിന് തയ്യാറായിരുന്നില്ല. ആ സന്ദർഭത്തിലാണ് എൻ്റെ സണ്ണില്ലയുടെ ആൻറ്റി ബാംഗ്ലൂർ സെൻറ്റ് ജോൺസിൽ ഇതേ പ്രോബ്ലത്തിൽ അവിടുത്തെ കൺസൾട്ടേഷനിൽ അവർക്ക് ഇതുപോലെ ബൈപ്പാസ് വേണം എന്ന് പറഞ്ഞപ്പോൾ അവരതിന് തയ്യാറാകാതെ നാട്ടിൽ വന്ന് അവരുടെ റിലേറ്റീവ്സായിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ ഇവിടെ ഇങ്ങനൊരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് എറണാകുളത്തു നിന്ന് തന്നെ ഒരു ഇൻഫർമേഷൻ കിട്ടി ഞങ്ങൾക്ക്. അവരിവിടെ വന്ന് അവരൊരു കന്യാസ്ത്രീയാണ്, നണ്ണാണ്. അവരിവിടെ വന്ന് ഡോക്ടർ മാധവനെ കാണുക, അങ്ങേരുടെ ഇവിടെയുള്ള പ്രകൃതി ചികിത്സ നടത്തുകയും ചെയ്തു.
വളരെ അത്ഭുതകരമായിട്ട് അവരുടെ അസുഖം പൂർണ്ണമായി ഭേദമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഈ കേസ് അവരുടെ ശ്രദ്ധയിൽ വന്നത്. ഉടനെ അവർ എന്നെ ഇങ്ങോട്ടേക്ക് സജസ്റ്റ് ചെയ്തു. ഡോക്ടറെ വിളിച്ചു പറഞ്ഞു. ഒരു അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ച് ഞാനിവിടെ വന്ന് ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്ത് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് 2006 ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഇതായിരുന്നില്ല ഹോസ്പിറ്റൽ. ഇവരുടെയൊക്കെ വേറെ തളിപ്പറമ്പിൽ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെയായിരുന്നു. അവിടുത്തെ ചികിത്സയിൽ 14 ദിവസം 100% ഫാസ്റ്റിങ്ങും പിന്നെ ഒരു 5 ദിവസം ജ്യൂസ് മാത്രം കഴിച്ചിട്ടും പിന്നെ ഡയറ്റ് കൺട്രോൾ ചെയ്ത് അങ്ങനെ ഒരു മാസത്തിൻ്റെ അടുത്ത് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് 22 ദിവസം അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത്ഭുതം എന്ന് തന്നെ പറയാം. എനിക്കുണ്ടായിരുന്ന ആ കംപ്ലയിൻറ്റ് പൂർണ്ണമായിട്ട് മാറി. ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടല്ല, TMT ടെസ്റ്റാണ് ഇതിനകത്ത് ബേസിക്കായിട്ട് ഞങ്ങളൊക്കെ ചെയ്തു നോക്കുന്നത്. അതിനകത്ത് TMT വളരെ പോസിറ്റീവ്, യാതൊരു തരത്തിലുള്ള പ്രശ്നവും കണ്ടില്ല. തന്നെയുമല്ല എൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ് വളരെ എനർജറ്റിക്കായിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞാനൊരു ബാങ്കിൻ്റെ മാനേജറായിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്തു. എല്ലാ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാനൊക്കെ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. വീട്ടിൽ തന്നെ എൻ്റെ വീടിൻ്റെ 2nd ഫ്ലോറിൻ്റെ ടോപ്പിൽ വരെ കയറി എന്തെങ്കിലും ചെടി നനയ്ക്കാനോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ നടത്തുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടും അതിനുശേഷം എനിക്കുണ്ടായിട്ടില്ല. എല്ലാ കൊല്ലവും ഇവിടെ വന്ന് ഇത് റിപ്പീറ്റ് ചെയ്യണമെന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് ഞാൻ 2ാമത്തെ ഇയറിലും വന്നു. അന്ന് 15 ഡേയ്സിൻ്റെ കോഴ്സായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റ് അല്പം വേരിയേഷൻ വരേണ്ട സാഹചര്യങ്ങൾ എൻ്റെ പ്രൊഫഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 90% വെജിറ്റേറിയനും 10% നോൺ വെജുമായിട്ട് ചേഞ്ചായി. കാരണം വീട്ടിൽ ഞാനും വൈഫും മാത്രമേ ഉള്ളൂ, മക്കളൊക്കെ വെളിയിലാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് 2 പേർക്ക് വേണ്ടി മാത്രമായിട്ട് സെപ്പറേറ്റ് ഡയറ്റ് ഉണ്ടാക്കാനൊക്കെ ഉള്ള സ്വാഭാവികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ആ ഡയറ്റ് അല്പമെങ്കിലും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ദിസ് ഈസ് 3rd ടൈം ഐ ആം കമ്മിങ്. ഏത് ആവശ്യത്തിന് വേണ്ടി ബൈപ്പാസ് ചെയ്തോ ആ റീസൺസും ആ സിംറ്റംസും വീണ്ടും റിപ്പീറ്റഡായി. അപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ വേറൊരു ഹോസ്പിറ്റലിലെ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ പേര് നമ്മൾ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയാത്തതാണ്. അങ്ങനെ കൺസൾട്ട് ചെയ്തപ്പോഴാണ് അദ്ദേഹം സജസ്റ്റ് ചെയ്ത് സോറി 2 ഫെയിൽഡാണ്, പെർഫെക്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഇവിടെ സജസ്റ്റ് ചെയ്ത് ഇവിടെ വന്നത്. എനിക്ക് 38ാമത്തെ എൻ്റെ വയസ്സിൽ ആണ് ഒരു മാസീവ് അറ്റാക്ക് വന്നത്. അതിനുശേഷം ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും മറ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ, ഈ ഞാൻ 2006 ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അലോപ്പതി മെഡിസിൻസ് ഒന്നും തന്നെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാ മെഡിസിനുകളും ഞാൻ ഹാർട്ടിൻ്റെ ഒരു 10-12 ഗുളികയോളം ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഡയബറ്റിക്കാണ് ഞാൻ. അതിൻ്റെ മരുന്നും കഴിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ഞാൻ കണ്ടിന്യൂ ചെയ്യാത്തതുകൊണ്ട് എൻ്റെ ഡയറ്റ് ഞാൻ വേരിയേഷൻ വന്നതുകൊണ്ട് ചില പ്രോബ്ലംസ് ഉണ്ടായി. ചെറിയ ഡോസിൽ മരുന്ന് കഴിക്കേണ്ടി വന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ എല്ലാം നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ മാറുമ്പോൾ ഡെഫിനറ്റായിട്ട് മാറിയല്ലോ, ഞാൻ ക്യൂർഡായല്ലോ. അതിനകത്ത് എനിക്ക് 100% സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഈ ലൈഫ് സ്റ്റൈലും എൻ്റെ ഡയറ്റിൻ്റെ രീതിയെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ അറിയാലോ, നിങ്ങൾക്കൊരു ബാങ്കിൽ ഒരു സോഷ്യൽ ഇതിനകത്തൊക്കെ വരുമ്പോൾ ഒരു അല്പസ്വല്പം പാർട്ടികളിലൊക്കെ പങ്കെടുക്കേണ്ടി വരും. അപ്പോൾ ആ സ്റ്റൈലൊക്കെ മാറി പ്രകൃതിയോട് ചേർന്ന് ഉള്ള ലൈഫ് സ്റ്റൈലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ടും എനിക്കുണ്ടായി. അത് ഞാൻ എപ്പോൾ തെറ്റിച്ചുവോ അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും പഴയ സ്റ്റൈലിലേക്ക് മാറുന്നു. അത് ഡോക്ടറും പറഞ്ഞത് അത് തന്നെയാണ്. ഇനിയിപ്പോൾ നൗ ഐ ആം 65. അപ്പോൾ ഇനിയുള്ള ലൈഫൊക്കെ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, മരുന്നുകളൊന്നും വേണ്ട. അത്യാവശ്യം ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാം, ചെയ്യാറുണ്ട്, യാത്ര ചെയ്യാറുണ്ട്, ഞാൻ ഡ്രൈവ് ചെയ്യാറുണ്ട്. അതിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. പിന്നെ 2003 എനിക്കൊരു സ്ട്രോക്ക് വന്നതും കൂടിയാണ്. തലാമിക് ഇൻഫാർക്റ്റ് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ, അതിൻ്റെ ഇതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് എൻ്റെ പാരലൈസ് ചെയ്തു. അതൊക്കെ ഞാൻ റിക്കവറിയായി യോഗ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഡെയിലി 1 മണിക്കൂർ നടക്കും, 1 മണിക്കൂർ യോഗയും ചെയ്യും. ഫസ്റ്റ് ഞാൻ ഈ പറഞ്ഞതുപോലെ അലോപ്പതിയിലുള്ള ഈ ബൈപ്പാസിൽ വിശ്വസിച്ചത് കൊണ്ടാണല്ലോ ഞാൻ അതിന് പോയത്. അത് ഫെയിലൂറാണെന്ന് എനിക്ക് തോന്നി.
പിന്നെ രണ്ടാമത് ഞാൻ തോൽക്കുന്ന ഒരു കളിക്കേണ്ട ആവശ്യമുണ്ടോ? ജയിക്കാത്തൊരു ഗെയിമിലേക്ക് ഞാൻ ഇനി രണ്ടാമതും കളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ജയിക്കുന്ന ഒരു കളിയിലേക്കാണ് ഞാൻ ഇപ്പോൾ വന്നേക്കണത്. ഇതിനകത്ത് ഞാൻ ജയിച്ചു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ കളിയിൽ ഇടയ്ക്ക് ഫൗൾ ഞാൻ കാണിക്കുന്നു. ഫൗൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കളിയിലും ഫെയിലിയർ ഉണ്ടാവും. അപ്പോൾ ഫൗൾ ചെയ്യാണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല എന്നാണ് ദാറ്റ് ഈസ് മൈ ബിലീഫ്. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ സുഖം നൽകുന്ന യോഗ ഇന്ന് പ്രകൃതി ചികിത്സാരംഗത്തും സുഖം പകരുന്നു. തികച്ചും ഭാരതീയമായ യോഗയ്ക്ക് ഇന്ന് ലോകമെങ്ങും സ്വീകാര്യതയുണ്ട്. ഡോക്ടർ എസ് കെ മാധവൻ്റെ ഈ പ്രകൃതി ചികിത്സാലയത്തിലും യോഗയുടെ ഗുണഫലങ്ങൾ സ്വീകരിക്കപ്പെടുന്നുണ്ട്.